പ്രതികരിച്ച പത്രമാധ്യമ സുഹൃത്തുക്കളെ, ചെറുയിടവങ്ങളെ, നമ്മുടെ ചരിത്രം എന്ന ഇടവയുടെ ഈ സഹസ്രാബ്ദ ജൂബിലിയുടെ പത്രസമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 25 ജലമാർഗം ചൊവ്വരയിൽ എത്തിച്ചേർന്ന വിദേശ മിഷണറിമാർ അവരുടെ പ്രവർത്തനം വഴിയായി രൂപപ്പെട്ട വിശ്വാസ സമൂഹത്തിൻ്റെ സഹസ്രാബ്ദ ജൂബിലി ആഘോഷങ്ങളാണ് ഒരു വർഷമായിട്ട് ചൊവ്വര സെൻറ്റ് മേരീസ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതിന് സമാപനം കുറിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. 2026 ജനുവരി 4-ാം തീയതിയാണ് സമാപന ആഘോഷങ്ങൾ നടക്കുക. അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഓരോരോ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി കഴിഞ്ഞു. ഇന്ന് നടക്കാൻ പോകുന്നത് ഉച്ചതിരിഞ്ഞ് സമർപ്പിതരുടെ സംഗമമാണ്. അതോടുകൂടി മറ്റ് ആഘോഷ പരിപാടികൾ അവസാനിക്കുകയാണ്. ഞായറാഴ്ച 4-ാം തീയതി 4 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ കൂടെയാണ് സമാപന പരിപാടികൾ നടക്കുക. വൈദികരൊരുമിച്ച് കൃതജ്ഞതാബലി അർപ്പിച്ചുകൊണ്ട് ഈ 1000 വർഷത്തിലൂടെ കടന്നുപോയ സമൂഹത്തിന് ദൈവം നൽകിയ അളക്കാനാവാത്ത നന്മകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്ദി പറയുന്ന ബലിയർപ്പണമാണ് നടക്കുക. നന്ദി അർപ്പണ ബലിക്ക് ശേഷം അഭിമന്യ കരിയിൽ പിതാവ് കൃതജ്ഞതാ സ്തോത്ര ഗാനം ആലപിച്ചുകൊണ്ട് ഇടവക സമൂഹത്തോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയും. അതോടുകൂടി ഒരു വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന സഹസ്രാബ്ദ ജൂബിലി തിരി ഔദ്യോഗികമായി പിതാവ് അണച്ചുകൊണ്ട് നമ്മുടെ ജൂബിലിയുടെ ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായി അവസാനിക്കുന്നു എന്ന് പ്രസ്താവിക്കും. തുടർന്ന് ജൂബിലിയുടെ ഭാഗമായിട്ട് ഒരു വീട് പണിതു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന ശില പിതാവ് ആശീർവദിക്കുന്നു. തുടർന്ന് പള്ളിയുടെ മുൻവശത്ത് സ്ഥാപിക്കാൻ പോകുന്ന ഫലകം പിതാവ് അനാച്ഛാദനം ചെയ്യും. തുടർന്ന് എല്ലാവർക്കും സ്നേഹവിരുന്ന് ചായയും സ്നാക്സുമെല്ലാം നൽകിയതിന് ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വരിക ബിഷപ്പ് തോമസ് ചക്കേത്ത് പിതാവാണ്. ഉദ്ഘാടനം നിർവഹിക്കുക നമ്മുടെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ്. തുടർന്ന് ചരിത്ര ഗ്രന്ഥം പ്രകാശനം, സുവനീർ പ്രകാശനം, ആശംസാ പ്രസംഗങ്ങൾ, ഇങ്ങനെ മുഖ്യ പ്രഭാഷണം നടത്തുക ഓണറബിൾ ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ആണ് ചരിത്ര ഗ്രന്ഥ പ്രകാശനവും ജൂബിലി സോവനീർ പ്രകാശനവും നടക്കുക. ആശംസകൾ അർപ്പിക്കുവാനായിട്ട് വരിക ശ്രീ വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, CSSR സഭയുടെ സന്യാസ സഭയുടെ പ്രൊവിൻഷ്യൽ, വലിയ ബഹുമാനപ്പെട്ട പോളി കണ്ണമ്പുഴയച്ചൻ, ശ്രീ ബെന്നി ബെഹനാൻ, ബഹുമാനപ്പെട്ട ചാലക്കുടി MP, റവറൻ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ, വൈദിക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതിയുടെ സെക്രട്ടറി ശ്രീ അൻവർ സാദത്ത് ആലുവ MLA, സിസ്റ്റർ എൽന CMC വളാട്ടുകൂടി, ഇടവക സമർപ്പിത സമൂഹത്തിൻ്റെ പ്രതിനിധി, ഇടവകയുടെ പ്രതിനിധിയായി ശ്രീ ജോബി പൗലോസ് ഊരിൽ എന്നിവർ സംസാരിക്കുന്നതാണ്. കൃതജ്ഞത പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും അവിടെ സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. വരുന്ന എല്ലാവർക്കും, ഇടവക ജനങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഭക്ഷണം അവിടെ നിന്ന് നൽകുന്നതാണ്.
തുടർന്ന് വിമൻ വെൽഫെയർ സംഘടനയുടെയും ചികിത്സയുടെയും മറ്റും ചെറിയ ഭക്ഷണത്തിൻ്റെ അവസരത്തിൽ ചെറിയ കലാവിരുന്നുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ജനുവരി 5-ാം തീയതി കടന്നുപോയ മരിച്ച വിശ്വാസികളുടെ എല്ലാവരുടെയും പേരിൽ ഈ ഇടവക രൂപപ്പെടുത്തുവാൻ വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ നന്ദിയോടെ ബലിയർപ്പിക്കുകയും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അതോടുകൂടി എല്ലാ ജൂബിലിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും അവസാനിക്കുന്നു.